പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തിക കുളിച്ച് മാറ്റി റെഡിയായിട്ട് രാവിലെ തന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ്. ആ ഒരു സമയത്താണ് അവന്തികയ്ക്കുള്ള ചായയുമായിട്ട് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എങ്ങോട്ടാ രാവിലെ കുളിച്ച് മാറ്റി പോകുന്നത്? ആരെ കാണാനാ? നിനക്ക് ഇവിടെ പരിചയമുള്ള ആരും ഇല്ലല്ലോ, പിന്നെ നീ ആരെ കാണാനാ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ, പരിചയമുള്ള ആളുണ്ടെങ്കിൽ പുറത്ത് പോകാൻ പറ്റുമോ എന്നുണ്ടോ, എനിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പുറത്ത് കറങ്ങി കാണണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ അവന്തികയുടെ ഫോണ് റിങ് ചെയ്യുന്ന സമയത്ത് ജലജ കാണാതിരിക്കാൻ അത് മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ആരാ വിളിക്കുന്നത്? നിന്നെപ്പോൾ ആരാ വിളിച്ചത്? നീ എന്തിനാ ഫോണ് മറച്ച് പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഫോണ് മറച്ച് പിടിച്ചിട്ടൊന്നുമില്ലല്ലോ, ഫോൺ റിങ് ചെയ്തപ്പോൾ ആരാ അടിച്ചതെന്ന് നോക്കി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എങ്കിൽ ആരാ വിളിച്ചത് എന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നത്? അമ്മ ഏതായാലും അമ്മയുടെ കാര്യം നോക്കിയിട്ട് തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് മാറാൻ നോക്ക്, നന്നാവാൻ നോക്ക്, എന്നിട്ട് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാൽ മതി. എനിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവത്തോടു കൂടെ പെരുമാറുന്നത് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജ പറയുന്നുണ്ട്, അതേ നീ ഇങ്ങനെ തന്നെ എന്നോട് പറയണം, പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തണം, നീ വരുന്നു എന്നറിഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ, പക്ഷേ ശത്രുപക്ഷത്താണ് നീ എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നെഞ്ച് തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ആ ഫോണിലേക്ക് തിരിച്ച് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ വരികയാണ്, അമ്മയുണ്ടായിരുന്നു, അതാ ഞാൻ എടുക്കാതിരുന്നത്, അമ്മയുടെ പറയാലോ എന്തൊക്കെ സംശയമുണ്ടെങ്കിൽ പിന്നെ അത് ചെല്ലും ചികഞ്ഞും ചോദിച്ച് പിടികിട്ടിയിട്ടേ മൂപ്പത്തി പോവുകയുള്ളൂ, അതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവന്തിക അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് ആദർശനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇനി അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോള് കൃത്യമായിട്ട് പറഞ്ഞു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇനി അടുത്ത് ചെയ്യാനുള്ള ഡീലൊക്കെ ഉറപ്പിച്ചിട്ടാണ് അവന്തിക തിരിച്ചു പോരുന്നത്. അങ്ങനെ അവന്തിക വന്നതിന് ശേഷം ഒരേ ഒരു ചിന്തയിലും പലതും ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച നമ്മുടെ ജലജ കാണുന്നുണ്ടായിരുന്നു. ഇവൾ പുറത്ത് പോയി വന്നതിന് ശേഷം ആകെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ, ആരെ കാണാനാവും ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ള ചിന്തയൊക്കെ ജലജയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജലജ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലുമായിട്ട് അടുപ്പം ഉണ്ടാവുമോ, അതായിരിക്കുമോ ചിന്തിക്കുന്നത്, ഇനി ഇവളെയും പിടിച്ചാൽ കിട്ടത്തില്ലേ, ഇനിയിപ്പോൾ അബി കൊണ്ടുവന്നതുപോലെ ഏതെങ്കിലും പയ്യന്മാരെയും കയറ്റി കൊണ്ടുവരുമോ ഇവൾ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജലജയുടെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് അവന്തികയ്ക്ക് വീണ്ടും ഫോൺ കോൾ വരുന്നത്. അങ്ങനെ അവന്തിക എടുക്കുന്നുണ്ട്, എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ കണ്ടു പോകുന്നതേ ഇല്ലുള്ളൂ, എന്തിനാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് പിന്നെ മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അവിടെ നമുക്ക് ഇപ്പോൾ തോറ്റത് കൊണ്ട് തന്നെ ആദർശ് അടുത്ത എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്കെതിരായിട്ട് കളിക്കാനും നമ്മളെ ആരാണ് നമ്മൾ എന്നുള്ളത് കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെന്താണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം, അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഓക്കെ അച്ഛാ, അതൊക്കെ ഞാൻ ഏറ്റു, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അച്ഛൻ പറഞ്ഞാൽ മതി, അതനുസരിച്ച് ചെയ്തിട്ട് ഇവിടെ എല്ലാത്തിനെയും കുളം തോണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയുള്ളൂ. ഇപ്പോൾ എല്ലാവരുടെയും നല്ല കുട്ടിയായിട്ട് ഞാൻ നിൽക്കുന്നത് ഇവിടെയൊക്കെ കുളം തോണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നെ സംശയിക്കാതിരിക്കാനും കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് എനിക്ക് നല്ല രീതിയിൽ തിരിച്ച് വരാനും വേണ്ടിയിട്ടാണ്, എല്ലാവരെയും പ്രീതി പിടിച്ചു പറ്റിയിട്ട്, പ്രത്യേകിച്ചും മുത്തശ്ശൻ്റെയും നയനയുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ജലജ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജലജ ചിന്തിക്കുന്നുണ്ട്, ഓ അത് ശരി, അപ്പം ശത്രുപക്ഷത്തല്ല, നീ ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, അനന്തപുരിക്കാരെ കുളം തോണ്ടാനാണ് വന്നിരിക്കുന്നത്, ഫോണിൽ അച്ചാച്ച വിളിക്കുന്നത്, ഇനി അയാളുമായിട്ടാണോ ഇവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് വലിയ അടിയേറ്റ് തന്നെ ആയിരിക്കുമല്ലോ, കാരണം അന്നത്തെ ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണ് അയാൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്, സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്നെയും അഭിയെയും ഇവിടെ വെച്ചേക്കുകയില്ല, അച്ഛൻ്റെയും അതുപോലെ ദേവയാനിയുടെയും ഒക്കെ കൂട്ടത്തിലായിരിക്കും പിന്നെ അയാളുണ്ടാവുക, അത് എനിക്ക് ദോഷം ചെയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇത് അച്ഛനോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജലജ അവന്തികയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നീ ആരോടാണ് ഇപ്പോൾ സംസാരിച്ചത്, നിന്നോട് നേരത്തെ ഞാൻ ആരോടാണ് സംസാരിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ഒന്നും പറയാതെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നല്ലോ, നീ അച്ഛനെന്ന് പറയുന്നുണ്ടല്ലോ, നിൻ്റെ കൂടെ എൻ്റെ അച്ഛനും വന്നിട്ടുണ്ടോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം,
എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കൂടെ ചേർന്നാണോ അനന്തപുരി തറവാട് ഇല്ലാതാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഒന്ന് പതുക്കെ പറയും, ഇനിയിപ്പോൾ അച്ഛ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അറിയിക്കാനൊന്നും നിൽക്കണ്ട, എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം.